ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഇത് ഞാൻ 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ, 2 ദിവസമല്ല മിനിഞ്ഞാന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇന്നലെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നും കുറേ വൈകിട്ടാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് സമയം കിട്ടിയത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് റൂമൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കാനും പിന്നെ തൂത്ത് തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസം മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് കൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സമയം ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് നോക്കണേ. അപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് കുറച്ച് ലെങ്ത് കൂടിപ്പോയി. എന്നാലും സമയം ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് നോക്കണേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മുടിയുടെ ഉടക്കെല്ലാം കളഞ്ഞ് ഇതേപോലെ പൊക്കി ഇങ്ങനെ കെട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ മിക്കപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നതുമാണ്. പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ പല്ലൊക്കെ തേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ റൂമൊക്കെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പല്ല് തേക്കാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ കാശിയൊക്കെ എഴുന്നേറ്റായിരുന്നു. അപ്പോൾ കാശി രാവിലെ എഴുന്നേറ്റിട്ട് അവിടെ അവിലിരുന്ന് കണ്ടപ്പോഴത്തേക്ക് അവിൽ വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ അവിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് കുറച്ച് അവിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അവിൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ കാശി അവിടെ എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ അവിൽ ഉണ്ടാക്കുന്നതൊക്കെ നോക്കി അവിടെ നിൽക്കുവാണ്. അപ്പോൾ ഞാനിങ്ങനെ അവിലിൻ്റെ ആ പാത്രമൊക്കെ എടുത്ത് അങ്ങോട്ടൊക്കെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ അതേണക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാത്രമൊക്കെ എടുത്ത് അതിൻ്റെ കുപ്പിയില്ലേ അവിലിട്ട് വെച്ചേക്കുന്ന ആ പാത്രം അതൊക്കെ എടുത്ത് കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ശർക്കര ഇട്ടാണ് അവിൽ കുതിർക്കുന്നത്. അപ്പോൾ കാശിക്ക് കൊടുക്കാനായതുകൊണ്ട് ഞാൻ പിന്നെ പഞ്ചസാര ഇടാതെ ശർക്കര തന്നെ എടുത്ത് കുതിർത്തു. അപ്പോൾ കുറച്ച് ശർക്കരയും തേങ്ങയും അവിലും കൂടെ കുതിർത്ത് കാശിക്കുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും കഴിക്കത്തില്ല. പിന്നെ അവിടെ ഇങ്ങനെ അവിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ അത് കുതിർക്കണമെന്നും പറഞ്ഞ് വാശി കാണിക്കും. അതിനു വേണ്ടിയൊന്നും കഴിക്കത്തൊന്നുമില്ല. പിന്നെ ഞാൻ കാശിക്കുള്ള കുറുക്കുണ്ടാക്കുന്നുണ്ട്. ഇന്ന് അമൃതം പൊടി വെച്ചിട്ടാണ് കുറുക്കുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പം കൂരവ് വെച്ചുണ്ടാക്കും, കൂരവിൻ്റെ പൊടി വെച്ചുണ്ടാക്കും. അല്ലെങ്കിൽ കൂരവ് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേന്ന് അത് മിക്സിയിൽ അരച്ച് അതിൻ്റെ നീരെടുത്ത് അങ്ങനെ ഉണ്ടാക്കും. അല്ലെങ്കിൽ അമൃതം പൊടി ഉണ്ടാക്കും. ഞാൻ എന്നും ഒരേ കുറുക്ക് തന്നെ ഉണ്ടാക്കത്തില്ല. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കാശിക്ക് കുറുക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അമൃതം പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് സൊസൈറ്റിയിലെ പാലായതുകൊണ്ട് തന്നെ ഞാൻ അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറുക്കുണ്ടാക്കാനായിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ കൂടുതലൊന്നും കാണിച്ചില്ല, മിക്കപ്പോഴും കാണിക്കുന്നില്ലേ. അപ്പോൾ കുറുക്കിൻ്റെ ചൂടാറാനായിട്ട് വെച്ച് ഞാൻ പിന്നെ കാശിക്കും വേണ്ടിയുള്ള കുറുക്ക് ഒരു പാത്രത്തിലോട്ട് എടുത്ത് ഒന്ന് ചൂട് മാറാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കുറുക്കിൻ്റെയൊക്കെ ചൂട് മാറാനായിട്ട് ഒത്തിരി താമസം എടുക്കും. അപ്പോൾ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ ചൂട് അറത്തേ ഇല്ല. അങ്ങനെ ഞാൻ പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു കോഫിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദിവസവും രാവിലെ കോഫി കുടിക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് കുടിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കോഫിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും പപ്പയൊക്കെ ചായയാണ് കുടിക്കുന്നത്. കോഫി ഇവിടെ ഞാൻ മാത്രമേ കുടിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ഒരു കോഫിയും കൂടെ ഉണ്ടാക്കി. പിന്നെ കാശിക്ക് ഞാൻ അവിടെ മുറ്റത്തോട്ട് നിന്നിട്ട് കുറുക്ക് കൊടുക്കുവാണ്. അപ്പോൾ സാധാരണ ഞാൻ റോഡിൻ്റെ ആ ഒരു സൈഡിൽ നിന്നാണ്, ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് കുറുക്ക് കൊടുക്കുന്നത്. ഇന്ന് നോക്കിയപ്പോൾ ഭയങ്കര വെയിലായിപ്പോയി. അവിടെ നേരത്തെ തന്നെ വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അവിടെ തണലുള്ള മുറ്റത്തോട്ട് നിന്നിട്ട് അവിടെ കുറേ കിളികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ കാണിച്ച് കുറുക്ക് കൊടുത്തതാണ്. അപ്പോൾ അവൻ കുറച്ച് കുടിച്ചിട്ട് ഒരു 3-4 സ്പൂണ് കുടിച്ചിട്ട് അവൻ ഓടിക്കളഞ്ഞു. ഞാൻ പിന്നെ ഓരോന്നൊക്കെ കാണിച്ച് അങ്ങോട്ട് വരുത്താനൊക്കെ നോക്കിയെങ്കിലും അവൻ കുടിച്ചതൊന്നുമില്ല. പിന്നെ അവിലൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കും അധികം ഒന്നും കുടിച്ചില്ല. എന്നാലും കുറച്ച് കുടിച്ചു. എനിക്ക് രാവിലെ തന്നെ കുറുക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കുറുക്ക് ഉണ്ടാക്കി അവന് കുറച്ചെങ്കിലും കൊടുക്കും. എനിക്ക് പറ്റുന്ന കണക്ക് ഞാൻ കൊടുക്കാനായിട്ട് നോക്കും. എന്നിട്ട് ഞാനും കാശിയും കൂടെ പിരികം ത്രെഡ് ചെയ്യാനായിട്ട് പോയതാണ്. 2 ദിവസം മുന്നേ ഞാൻ 3 ദിവസം മുന്നേ ഞാൻ ത്രെഡ് ചെയ്യാനായിട്ട് പോയപ്പം അവിടെ ആ ചേച്ചി ഇല്ലായിരുന്നു. അങ്ങനെ അന്ന് ത്രെഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാനും കാശിയും കൂടെ കടയിലോട്ട് പോയതാണ്. അപ്പോൾ കാശി ഒരുക്കാൻ നേരം തൊപ്പിയും കണ്ണാടിയും വാച്ചും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ്റെ ഇഷ്ടമല്ലേ, അപ്പോൾ അവന് തൊപ്പിയും കണ്ണാടിയും ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഒരുക്കിക്കൊണ്ടാണ് പോയത്. അപ്പോൾ കാശിക്ക് ഇഷ്ടമാണ് തൊപ്പിയും കണ്ണാടിയൊക്കെ വെക്കാനായിട്ട്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെന്നപ്പോൾ ആ ചേച്ചി കടയിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ 10 മിനിറ്റ് കഴിയും വരാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കാശിയും കൂടെ അവിടെ നിന്ന് ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ ഞാൻ പിന്നെ സമയമില്ലാഞ്ഞിട്ടാണ് ബ്യൂട്ടി പാർലറിൻ്റെ അകത്തെ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. അപ്പോൾ ആ ചേച്ചിയോട് ചോദിച്ചെങ്കിൽ എടുക്കണ്ടെന്നൊന്നും പറയത്തില്ല. അപ്പോൾ ഞാൻ മുന്നേ തൊട്ടേ അവിടെയാണ് ത്രെഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പിന്നെ സമയമില്ലാഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ. ഇനി പോകുമ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ. ആ ചേച്ചിയോട് ചോദിച്ചിട്ട് വീഡിയോ എടുക്കാം.
അപ്പോൾ ദേ വീട്ടിൽ അപ്പോഴത്തേക്ക് അമ്മ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചൂരമീനുമായിരുന്നു. പിന്നെ ഈ കരിമീൻ്റെ കണക്കൊരു മീനുണ്ടല്ലോ, കരിമീനല്ല ഇത്, കരിമീനിൻ്റെ അത്രയും വിലയൊന്നും ഇല്ലാത്ത വേറൊരു മീനാണ്. ഇതിൻ്റെ എന്തോ പേര് പറയുന്ന കേട്ട്, എനിക്ക് അതിൻ്റെ കറക്റ്റ് പേരറിയത്തില്ല. അപ്പോൾ അത് വറുക്കാനായിട്ട് മേടിച്ചതാണ്. അപ്പോൾ ചൂരയും വാങ്ങിച്ചു, അതിൻ്റെ കൂടെ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് എന്നും വരാത്ത മീനായതുകൊണ്ട് പെട്ടെന്നങ്ങ് തീർന്നു പോയി. 2 മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ അത് 2 വാങ്ങിച്ചു. പിന്നെ ചൂരയും വാങ്ങിച്ചു. അപ്പോൾ ചൂരമീൻ അമ്മ അങ്ങ് വെച്ചോളും. അപ്പോൾ ഈ മീൻ ഞാനാണ് പിന്നെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ചാളയാണോ മത്തിയാണോ വൃത്തിയാക്കുന്ന വീഡിയോ ഒന്ന് കാണിക്കണേന്ന് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ മീൻ വൃത്തിയാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കത്രിക വെച്ചിട്ടാണ് അതിൻ്റെ ചെതുമ്പലൊക്കെ കളയുന്നത്. ഇരുമ്പ് വെച്ച് കളയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് തെറിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ബാലൻസും കിട്ടുന്നില്ലായിരുന്നു ഇരുമ്പ് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ചെതുമ്പൽ കളയാനായിട്ട്. അപ്പോൾ കാശി എൻ്റെ അടുത്ത് വന്ന് ഇരിപ്പുണ്ട്. വെള്ളമൊക്കെ വെച്ച് അവിടെ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് കളിക്കുവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദൂരോട്ട് കൊണ്ട് വെച്ചിട്ട് പിന്നെ എൻ്റെ അടുത്തോട്ട് തന്നെ വന്നിരുന്നു. അപ്പോൾ കത്രിക വെച്ച് മീൻ വൃത്തിയാക്കുന്നതുകൊണ്ട് ചെതുമ്പലൊന്നും അത്രയ്ക്ക് തെറിക്കുന്ന ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതേ ചെതുമ്പലൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് വാലും കട്ട് ചെയ്തിട്ട് ഇത് വറുക്കാനായതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ തലയോട് ഇങ്ങനെ വെച്ചിരുന്നിട്ട് സൈഡിൽ നിന്ന് വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാശി ഇതേപോലെ അടുത്ത് വന്ന് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് കളിക്കും. അവന് കുറേ കളിപ്പാട്ടങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ തന്നെ അടുക്കളയിലെ പാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് അവിടെ ഇരുന്ന് കളിക്കും. അല്ലാതെ ഞാൻ ഫോണൊന്നും കാണിച്ചു കൊടുക്കത്തേ ഇല്ല. നമ്മൾ ഈ ഒരു പ്രായത്തിൽ, ഇപ്പോൾ കാശിക്ക് 2.5 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഫോണൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നമ്മളെ ആ ഒരു നമുക്ക് ജോലി ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് ഫോണൊക്കെ എടുത്ത് കാണിച്ച് അവിടെ കുഞ്ഞുങ്ങളെ ഇരുത്തിയിരുന്നാൽ പിന്നെ കൊച്ചുങ്ങളെ ആ ഒരു ഇതിൽ നിന്ന് മാറ്റിക്കൊണ്ട് വരാൻ തന്നെ ഭയങ്കര പാടായിരിക്കും. കാരണം അവർ അതിലോട്ടങ്ങ് ആയിപ്പോവും. അതുമല്ല നമുക്കിങ്ങനെ വെളിയിലൊക്കെ ഇരുന്ന് കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ബോളോ അവർക്ക് ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങൾ കാണും. അപ്പോൾ അതിലൊക്കെ ഇരുന്ന് കളിക്കുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ അങ്ങനെ തന്നെ കളിക്കണം എന്നുള്ള ശീലത്തിലായിപ്പോവും. അല്ലാതെ ഫോണൊക്കെ കൊടുക്കുവാണെങ്കിൽ പിന്നെ ആ ഒരു ശീലം വിട്ടുമാറാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഞാൻ അവന് തീരെ ഫോൺ കൊടുക്കാറില്ല. ചിലവരൊക്കെ ഇങ്ങനെ കഴിക്കാനൊക്കെ, കുഞ്ഞുങ്ങൾ കഴിക്കാത്തപ്പം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഫോൺ കൊടുക്കും. ഞാൻ അങ്ങനെ പോലും കൊടുക്കാറില്ല. പിന്നെ വൈകിട്ട് വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞ് TV ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഹാളിൽ, അന്നേരം അവൻ TV ഒന്നും അങ്ങനെ കാണാറില്ല. അവിടെ നിന്ന് ഹാളിലിരുന്ന് അവൻ്റെ കളിപ്പാട്ടമൊക്കെ വെച്ച് കളിക്കത്തേ ഉള്ളൂ. അങ്ങനെ TV-യിലോട്ട് ഉള്ള കൂടുതൽ ശ്രദ്ധയൊന്നുമില്ല. പിന്നെ പകൽ വല്ലപ്പോഴും ഒക്കെ TV വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ എല്ലാം ഒന്നും പൂർണ്ണമായിട്ട് ഇല്ല. ഫോൺ മാത്രം നമ്മൾ തീരെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് പഠിപ്പിക്കുകയോ ചെയ്യരുത്. പ്രത്യേകിച്ച് ഈ ഒരു 2 വയസ്സിലൊക്കെ നമ്മൾ ഫോൺ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു ഇതിൽ നിന്ന് തന്നെ വിട്ടു മാറാനായിട്ട് നല്ല പാടായിരിക്കും. പിന്നെ ഈ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് പാട്ടൊക്കെ കേൾക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതിലിങ്ങനെ കാർട്ടൂൺ പൂച്ചയുടെയും ആര് പറഞ്ഞു മ്യാവും എന്നുള്ള പാട്ടൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതാകുമ്പം ഫോണുമായിട്ട് നേരിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് വരുന്നില്ലല്ലോ, അല്ലാതെ ഇരുന്ന് പാട്ട് കേൾക്കുമല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴേ മീൻ വറുക്കുന്നില്ല. ഞാൻ നേരത്തെ കൂട്ടി തന്നെ മസാല തേച്ച് വെച്ചേ ഉള്ളൂ. ഒരു 10-20 മിനിറ്റ് മസാല പിടിക്കുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ മീനിൽ മസാല തേച്ച് വെച്ചേ ഉള്ളൂ. അപ്പോൾ അതേ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് മീനിൽ. അപ്പോൾ ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ട് പിന്നെ വാഴക്കൂമ്പുണ്ടായിരുന്നു. അപ്പോൾ തോരൻ വെക്കാനായിട്ട് വാഴക്കൂമ്പാണ് എടുക്കുന്നത്. അപ്പോൾ വാഴക്കൂമ്പ് എടുത്തിട്ട് അരിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെളിയിലോട്ട് വന്നിരുന്ന അരിയുവാണ്. അപ്പോൾ അതേ കാശി അവിടെ സൈഡിൽ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അവിടെ വണ്ടിയൊക്കെ വെച്ചിട്ട് അവൻ്റെ കാറൊക്കെ വെച്ചിട്ട് കളിക്കുവാണ്. അപ്പോൾ ഞാൻ ആ വാഴക്കൂമ്പിൻ്റെ ആ ഒരു സാധനവും കൂടെ എടുത്ത് കൊടുത്ത് കളിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ അരിയുന്നതിൻ്റെ ഇടയിൽ അതാണ് കാശിക്ക് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് അവിടെ ഇരുന്ന് കളിക്കുമല്ലോ. അപ്പോൾ ഞാൻ വാഴക്കൂമ്പ് അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ വാഴക്കൂമ്പ് അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ ഒന്ന് തേച്ചെടുക്കണം. അതിലൊരു വല പോലെ ഉണ്ട്, വാഴക്കൂമ്പ് ആയതുകൊണ്ടാണ് വല പോലെ ഉണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ട് പിന്നെ അങ്ങനെ ചെയ്താൽ മതി. അപ്പോഴത്തേക്കും ഞാൻ വാഴക്കൂമ്പെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു കൂമ്പായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തേച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് ആ ഒരു വല പോലുള്ള സംഭവം മാറിക്കിട്ടും. പിന്നെ വാഴക്കൂമ്പിൻ്റെ കൂടെ വൻപയറും കൂടി ഇട്ടിട്ടാണ് തോരൻ വെക്കുന്നത്. അപ്പോൾ തോരനുള്ള തേങ്ങയൊക്കെ ഉടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ കാശിക്ക് തേങ്ങാ വെള്ളം വേണമെന്ന് പറഞ്ഞ് അവിടെ നിന്നെയാണ്. തേങ്ങ എടുക്കുമ്പോൾ അവന് തേങ്ങയുടെ വെള്ളം കൊടുക്കാറുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. തോരനും പിന്നെ മോര് കാച്ചുന്നുണ്ട്.
അപ്പോൾ അതിനൊക്കെ പച്ചമുളക് വേണം, പിന്നെ മീൻ കറിക്കുമൊക്കെ വേണം. അപ്പോൾ അതിനുമെല്ലാം വേണ്ടിയിട്ടുള്ള പച്ചമുളക് പറിച്ചെടുത്തു. അപ്പോൾ പിന്നെ നമുക്ക് ജോലി ചെയ്യാനായിട്ട് എളുപ്പമാണല്ലോ, അപ്പോൾ അതൊക്കെയും കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ച് അടുക്കളയിലോട്ട്. പിന്നെ ഞാൻ തേങ്ങ തിരുകി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ തിരുകി പിന്നെ വാഴക്കൂമ്പ് നേരത്തെ അരിഞ്ഞല്ലോ, അപ്പോൾ വാഴക്കൂമ്പ് അരിഞ്ഞു വെച്ചു. പിന്നെ അമ്മ വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ അതും വേവിച്ച് വെച്ചു. പിന്നെ മീനുള്ള മസാലയെല്ലാം പുരട്ടി വെച്ചു. ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ തോരനും പിന്നെ മോരിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ പച്ചമുളകും ഒക്കെ എടുത്ത് വെക്കണം. അപ്പോൾ അതെല്ലാം കൂടി എടുത്ത് കഴുകി ഒരുമിച്ച് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോ കറിക്ക് വേണ്ടിയിട്ടും പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി അങ്ങനെയൊന്ന് ഓരോന്നിനും എടുക്കാൻ പോകണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാ കറിക്കും വേണ്ടുന്ന കറിവേപ്പിലയും പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം എടുത്ത് വെച്ചു. അപ്പോൾ അതേ തേങ്ങ തിരുകി വെച്ചിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകൊക്കെ എന്ന് വെച്ചാൽ കടുക് വറുക്കാനൊക്കെ വറ്റൽമുളക് വേണം, അപ്പോൾ അതിനുള്ള വറ്റൽമുളകും എല്ലാം എടുത്ത് വെച്ചു. കൂമ്പ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വാഴക്കൂമ്പ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മീനിലുള്ള മസാലയൊക്കെ തേച്ച് വെച്ചു. അപ്പോൾ ആദ്യമേ തോരനും അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തോരനും മോരിനും കൂടെ ഉള്ള തേങ്ങ ഒരുമിച്ച് മിക്സിയിലോട്ട് എടുത്തിട്ട് പിന്നെ എരിവിന് പച്ചമുളകും ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത്, തോരനുള്ളത് മാറ്റണം. അപ്പോൾ ആദ്യമേ തോരനുള്ള അങ്ങ് മാറ്റുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറവാണെന്ന് തോന്നിയപ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ തോരൻ്റെ ആ ഒരു വാഴക്കൂമ്പ് അരിഞ്ഞു വെച്ച പാത്രം ഇങ്ങോട്ട് എടുത്തിട്ട് പിന്നെ അതിലേക്ക് വൻപയർ വേവിച്ച് വെച്ചതുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തോരനുള്ള അരപ്പ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തേച്ച് മോരിനുള്ള അരപ്പാണ് മിക്സിയിൽ തന്നെ വെച്ചേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മോരിന് നമ്മൾ തൈരും കൂടെ അരയ്ക്കുമ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി നന്നായിട്ട് കുറയും, അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മോരിനുള്ള അരപ്പും കൂടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വാഴക്കൂമ്പിൻ്റെ ഇതിലേക്ക് വൻപയറും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ എണ്ണ ചൂടാക്കി കടുക് ഇട്ടിട്ട് അതിലേക്ക് വാഴക്കൂമ്പും ഇട്ട് വൻപയറൊക്കെ ഇട്ടിട്ട് തോരൻ്റെ അരപ്പൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് തവി വെച്ച് ഇളക്കി യോജിപ്പിച്ചാലും മതി. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ വാഴക്കൂമ്പും വൻപയറും പിന്നെ ഉപ്പും അതിന് വേണ്ടുന്ന അരപ്പും എല്ലാം കൂടെ ഒരുമിച്ച് പാത്രത്തിലങ്ങ് മിക്സ് ചെയ്തിട്ട് കടുക് വറുത്തിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇട്ടാലും നമുക്ക് ഏതോ സൗകര്യം എന്ന് വെച്ചാൽ അതേ രീതിയിൽ ആക്കി എടുത്താൽ മതി. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു, അതിലേക്ക് കടുക് ഇട്ടു. കടുകെല്ലാം പൊട്ടി കഴിഞ്ഞ് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വാഴക്കൂമ്പ് തോരനാകുമ്പോൾ വറ്റൽമുളക് ഇടാനായിട്ട് നോക്കണം, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ആ മിക്സ് ചെയ്ത തോരൻ്റെ എല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതങ്ങ് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി. എന്നിട്ട് ഞാൻ മോരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വിശദമായിട്ട് കാണിക്കുന്നില്ല. ഞാൻ മിക്കപ്പോഴും മോരുണ്ടാക്കുന്നത് ഷോർട്ട് വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട്, പിന്നെ ലോങ് വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാശി എടുക്കണമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നെയാണ് വന്ന്. അപ്പോൾ മുറ്റത്ത് അടുപ്പ് കൂട്ടിയിട്ടുണ്ട്, അപ്പോൾ അവിടെ ഇട്ട് അമ്മ ചീനിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ ചൂരമീനൊക്കെ കറി വയ്ക്കുന്നത് അമ്മയാണ്. അപ്പോൾ ഞാൻ ഈ തോരനും വയ്ക്കുന്നുണ്ട്, പിന്നെ മോരും കാച്ചുന്നുണ്ട്, പിന്നെ മീനും വറുക്കുന്നുണ്ട്. അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ചീനിയും മീൻകറിയൊക്കെ വയ്ക്കുന്നത് അമ്മയാണ്. അപ്പോൾ ഞാനില്ലാതെ അവൻ നിൽക്കത്തേ ഇല്ല. പപ്പയും അമ്മയായിട്ടൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ വേണം, ഞാനില്ലാതെ അവൻ നിൽക്കത്തേ ഇല്ല. അപ്പോൾ ഞാനതുകൊണ്ടാണ് ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴും കടയിൽ പോകുമ്പോഴും ഒക്കെ അവനെ കൊണ്ടുപോകുന്നത്. കാരണം ഞാനില്ലാതെ അവൻ നിൽക്കത്തേ ഇല്ല. അപ്പോൾ അവൻ കിടന്ന് കരയും, അപ്പോൾ അവനെ കരയിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടെ കൊണ്ടുപോകുന്നതാണ്. അതുമല്ല അവൻ എപ്പോഴും വീട്ടിലിരിക്കുമല്ലോ, അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ റോഡിലോട്ടോ പുറത്തോട്ടോ ഒക്കെ പോകുന്നുള്ളൂ. അപ്പോൾ അവനെ ഒരുക്കി കൊണ്ടുപോകും. അപ്പോൾ കുഞ്ഞിലെ തൊട്ടേ തന്നെ അവനെ വീട്ടിലേൽപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ ജോലിക്കും ഒന്നും പോയിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ അമ്മമാരെ കാണാതെ നിൽക്കും. ഇതങ്ങനെയല്ലല്ലോ, ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൻ അറിവായി വന്നപ്പോഴത്തേക്ക് അവൻ ഞാനില്ലാതെ ഒരു സെക്കൻഡ് പോലും അവൻ നിൽക്കത്തില്ല. ഇപ്പോൾ രാവിലെയൊക്കെ ഉറങ്ങിക്കിടക്കുമായിരിക്കും, അപ്പോൾ ഞാൻ പുറത്തു നിന്ന് മുറ്റമൊക്കെ തൂക്കുവാണെങ്കിലും ഇപ്പോൾ അമ്മ അടുക്കളയിൽ നിന്നിട്ട് അമ്മ എടുക്കാൻ ചെന്ന് അമ്മയെ കൊണ്ട് എടുപ്പിക്കത്തേ ഇല്ല. ഞാൻ ചെന്ന് എടുക്കാതെ അവൻ നിൽക്കത്തേ ഇല്ല, കരഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊരു നല്ല ഇത് തന്നെയാണ് കേട്ടോ. ഞാനില്ലാതെ അവൻ മറ്റാരെടുത്ത് നിൽക്കത്തില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ച് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോഴത്തേക്ക് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മീൻ വറുത്തു, അമ്മ മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ തോരനൊക്കെ ആക്കി, പിന്നെ മോര് കാച്ചി. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് ഞാനൊരു ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ എടുക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് ഇത് എൻ്റെ ലഞ്ച് ബോക്സ് തന്നെയാണ് കേട്ടോ. ഞാൻ തന്നെ ആക്കി വെച്ചിട്ട് ഞാൻ തന്നെ എടുത്ത് കഴിക്കും, അങ്ങനത്തെ ഒരു ലഞ്ച് ബോക്സാണ്.
ഞാൻ ചുമ്മാ ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, അല്ലാതെ വേറൊന്നും അല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കാശി കിടന്ന് ഉറങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാൻ തുണിയൊക്കെ കഴുകുവാണ്. അപ്പോൾ ഞാൻ ഇന്ന് കുറേ കാണിക്കുന്നില്ല കേട്ടോ, തുണി ഒന്നും കഴുകുന്നത് എന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. ഡേ ഇൻ മൈ ലൈഫ് അല്ലേ, അപ്പോൾ കുറച്ചൊന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പോൾ 2 ദിവസത്തെ തുണി എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകിയിട്ട് പിന്നെ അവിടെ ഇട്ട് കഴുകിയിട്ട് പിന്നെ പഞ്ചായത്തിലെ പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ കൊണ്ടിട്ടാണ് കഴുകുന്നത്. അപ്പോൾ ഈ പൈപ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ കൊണ്ടിട്ട് തന്നെ കഴുകും. സ്ഥിരമായിട്ട് എന്നും വെള്ളം വരാറുണ്ട്. എന്തായാലും ഞാൻ തുണി കഴുകുന്ന ദിവസമൊക്കെ വെള്ളം ഉണ്ടാവാറുണ്ട്, അങ്ങനെ വെള്ളം ഇല്ലാതിരുന്നിട്ടില്ല. അപ്പോൾ ഞാൻ വെള്ളം മാറ്റി കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് കാശി ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാശി ഇത് ചോറ് കഴിക്കാതെയാണ് കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ ഞാൻ പിന്നെ അവന് ചോറൊക്കെ ഞാനും അവനും കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വാട്ടകേറ്റിനിടയിലൊക്കെ കഴിക്കുന്ന എന്ത് ആഹാരമാണെങ്കിലും ഞാൻ കാശിക്ക് കൊടുത്ത് അവന് മതിയായിട്ട് ഞാൻ ബാക്കി കഴിക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെയാണ് കഴിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ടായപ്പോഴത്തേക്ക് കുറച്ച് വീഡിയോ ഒന്ന് എടുത്തതേ ഉള്ളൂ കേട്ടോ. മുറ്റത്ത് കുറച്ച് പുല്ലൊക്കെ പറിക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീടിൻ്റെ ഫ്രണ്ട് സൈഡായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് പുല്ലൊക്കെ പറിച്ച് പിന്നെ മുറ്റമൊക്കെ തൂത്തിട്ടുണ്ടായിരുന്നു. മുറ്റം തൂക്കുന്ന വീഡിയോ ഞാൻ ഒട്ടും കാണിച്ചില്ല, ഞാൻ മിക്കപ്പോഴും കാണിക്കുന്നില്ലേ. അപ്പോൾ പറിച്ചെടുത്ത പുല്ലെല്ലാം കരിയിലയുമായിട്ട് തീയൊക്കെ ഇട്ടു. പിന്നെ വീടിൻ്റെ ബാക്ക് സൈഡിലെ മുറ്റം തൂക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോസും കൂടെ വൈകിട്ടത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കാണിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈവനിങ് വ്ളോഗ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകത്തില്ലല്ലോ. അപ്പോൾ അതേ വീടിൻ്റെ ബാക്ക് സൈഡിലെ മുറ്റവും കൂടെ തൂക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.